നിലവിലുള്ള കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് പോളിസികൾ പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? വേറെ അത് നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എസ്പെഷ്യലി IRDA കൊണ്ടുവന്നേക്കുന്ന ഒരു റൂളാണ്. നമുക്ക് ഈ പറയുന്ന ഒരു കമ്പനിയോട് താല്പര്യമില്ല, അല്ല അവരുടെ സർവീസ് താല്പര്യമില്ല, അല്ലെങ്കിൽ അവരുടെ പ്രീമിയം കൂടുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിനേക്കാളും നല്ല പ്രൊഡക്റ്റ് വേറെ അവൈലബിൾ ആണ് ഇന്ന് മാർക്കറ്റിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നോർമലി നമ്മൾ പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. പോർട്ടിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ വോഡോഫോണിൽ നിന്ന് BSNL പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ BSNL എയർടെല്ലിലോട്ട് പോർട്ട് ചെയ്യുന്നത് ഇത് സെയിം സംഭവമാണ്. അപ്പോൾ നമ്മൾ പോർട്ടിംഗ് എന്ന് പറയുന്നത് പോർട്ട് ചെയ്യുന്ന എന്തിനാണ് നമ്മൾ പോർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഇപ്പം നിലവിലുള്ള കമ്പനിയേക്കാളും നല്ല പ്രൊഡക്റ്റുകൾ വേറെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് പോർട്ട് ചെയ്യുന്നത്. ബെനിഫിറ്റ്സ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പോർട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സർവീസ് മോശമാണ്, എനിക്ക് വേറെ സർവീസ് വേണമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ പോർട്ട് ചെയ്യുമ്പോൾ പോർട്ട് ചെയ്യപ്പെടുന്ന കമ്പനി അല്ലെങ്കിൽ പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനി അവരുടെ പ്രോഡക്റ്റ് കാര്യങ്ങളെല്ലാം പഠിച്ച് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോർട്ട് ചെയ്യാം. പോർട്ട് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ ഇതാ ഞാൻ പറഞ്ഞത്. നമുക്ക് സർവീസോ പ്രീമിയോ ഒക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് വേറൊരു കമ്പനിയെ ആശ്രയിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, നമ്മുടെ റിന്യൂവൽ ഡേറ്റ്, അത് റിന്യൂ ചെയ്യുന്ന ഡേറ്റിന് ഒരു 45 ദിവസത്തിനിടയ്ക്ക് നമുക്ക് പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇന്നിപ്പോൾ പോളിസി എടുത്തു, പോളിസി ലൈവായി, നാളെ പോയി റിന്യൂ ചെയ്യാൻ പറ്റില്ല. അടുത്ത റിന്യൂവലിന് ഒരു 45 ദിവസത്തിനുള്ളിലേ നമുക്ക് പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. റിന്യൂവൽ ഡേറ്റ് കഴിഞ്ഞാൽ പല കമ്പനികളും പോർട്ടിംഗ് എടുക്കത്തില്ല, അതായത് പോർട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. മൂന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പോർട്ട് ചെയ്യുമ്പോൾ ചില കമ്പനി പറയും, ഓക്കെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള പോളിസി 5 ലക്ഷം രൂപയുടെ ആയിരുന്നു, നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയിലോട്ട് വരുമ്പോൾ അത് 10 ലക്ഷം രൂപയിലോട്ട് മിനിമം പോർട്ട് ചെയ്യണം, മിനിമം 10 ലക്ഷം രൂപയുടെ കവറേജ് എടുക്കണം. അപ്പോൾ നമ്മളെല്ലാവരുടെ സാധാരണ ആൾക്കാരുടെ ചോദ്യമാണ്, അപ്പോൾ ഈ പറയുന്ന പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ സീനിയോറിറ്റി നഷ്ടപ്പെടുമോ, ഞാൻ വെയിറ്റിംഗ് പീരീഡ് എടുക്കേണ്ടി വരുമോ എന്നൊക്കെയാണ്. പോർട്ടിങ്ങിൻ്റെ ക്ലോസ് തന്നെ എങ്ങനെയാണ്, യു ക്യാൻ പോർട്ട് യുവർ പോളിസി വിത്ത് ഓൾ എക്സിസ്റ്റിംഗ് ബെനിഫിറ്റ്സ്. എല്ലാ ബെനിഫിറ്റോടുകൂടെയാണ് നമ്മൾ പോർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മറ്റ് കമ്പനിയിലൊരു 5 ലക്ഷം രൂപയുടെ പോളിസി ഉണ്ട്, ഒരു 1.5 ലക്ഷം രൂപയുടെ ബോണസും ഉണ്ടാകുന്നിരിക്കുക. ആ ബോണസ് ഉൾപ്പെടെയാണ് നമ്മൾ പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ 5 ലക്ഷം രൂപ മാത്രമല്ല. അപ്പോൾ ബോണസ് എത്രയുണ്ടോ അതും കൂടെ കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് പോർട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ 5 ലക്ഷം രൂപയുടെ പോളിസി ഉണ്ട്, നമ്മളത് പോർട്ട് ചെയ്ത് 10 ലക്ഷം രൂപയിലോട്ടാണ് വന്നേക്കുന്നത്. അത് അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ പറയേണ്ട. ഒരു 5 ലക്ഷം രൂപ പോളിസി നമ്മുടെ 7 ലക്ഷം രൂപയായിട്ടാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതായത് 2 ലക്ഷം രൂപ കൂടുതലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ പുതിയതായിട്ട് എടുത്തേക്കുന്ന 2 ലക്ഷം രൂപയ്ക്ക് എല്ലാ വെയിറ്റിംഗ് പീരീഡും ബാധകമാണ്. നമ്മൾ അപ്ഗ്രേഡ് ചെയ്തെടുക്കുന്ന പോർട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ 5 എന്നുള്ളത് 7ലോട്ടാണ് പോർട്ട് ചെയ്യുന്നത്. അഡീഷണൽ വരുന്ന 2 ലക്ഷം രൂപയ്ക്ക് എല്ലാ വെയിറ്റിംഗ് പീരീഡും ബാധകമാണ്. മറ്റ് 5 ലക്ഷം രൂപയ്ക്ക് ഒരു വെയിറ്റിംഗ് പീരീഡും ബാധകമല്ല, ഡേ 1 തൊട്ട് കവേർഡാണ്. അതുകൊണ്ട് പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ പറഞ്ഞ പോലെ റിന്യൂവൽ ഡേറ്റിന് ഒരു 45 ഡേയ്സിനുള്ളിൽ നമുക്ക് പോർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഫോർമാലിറ്റി ഉള്ളൂ. ഇപ്പോൾ പോർട്ടിങ്ങിന് വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നുമില്ല. പോർട്ടിങ് എല്ലാം ചെയ്യുന്നത് കമ്പനി ടു കമ്പനിയാണ്. അപ്പോൾ അവർ നോക്കിക്കോളും. നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുത്താൽ, ഏജൻറ്റിന് അയച്ചു കൊടുത്താൽ അവർ ചെയ്തോളും. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. പോർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ IRDA കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല കമ്പനികൾ നോക്കി നല്ലൊരു കാര്യമാണ് പോർട്ടിംഗ് എന്ന് പറയുന്നത്. താങ്കളുടെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ആളുകൾ ഇൻഷുറൻസ് എടുക്കാത്തത്? ഇൻഷുറൻസ് എടുക്കാത്തതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം, ഒന്ന്, അവർക്ക് ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള ഇൻഷുറൻസ് എന്താണെന്നല്ല, ഒരു ഫണ്ടമെന്റൽസ് ഇല്ലാത്തതുകൊണ്ട്. എന്താണ് ഇൻഷുറൻസ്? എല്ലാവരും പറയുന്നത് ഇൻഷുറൻസ് പറ്റിയൊരു പ്രസ്ഥാനമാണ്. ഇൻഷുറൻസ് ഒരിക്കലും പറ്റിയൊരു പ്രസ്ഥാനമല്ല. പക്ഷേ കേൾക്കുന്ന കസ്റ്റമറും പറയുന്ന എന്നെപ്പോലുള്ള ഏജൻറ്റും ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ പറ്റിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു അവയർനെസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് എപ്പോഴും പറ്റിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുമോ? അപ്പോൾ അതിന് വേണ്ടൊരു കാര്യം, ഇത് ബേസിക് അവയർനെസ് ഉണ്ടാവണം. അത് ഏതെങ്കിലും നല്ല ഏജൻറ്റിനോട് ചോദിച്ച് മനസ്സിലാക്കാം. 2, എടുക്കാത്തതിൻ്റെ ഒരു കാര്യം, പ്രീമിയം കൂടുതലാണെന്ന് പറഞ്ഞാണ് എനിക്ക് ഇത്രയും പ്രീമിയം അടയ്ക്കാനില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താങ്കളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൻ്റെ ഏകദേശം ഒരു 65,000 രൂപ വില ഉണ്ടെന്ന് ഞാൻ ഊഹിക്കുകയാണ്. അപ്പോൾ 65,000 രൂപയുടെ മൊബൈൽ എടുക്കാം, പക്ഷേ ഒരു 10,000 രൂപയുടെ പ്രീമിയം അടയ്ക്കാൻ നമ്മുടെ കയ്യിലില്ല. ഒരു വണ്ടിക്ക് ഇപ്പോൾ എടുക്കണമെങ്കിൽ തന്നെ ഏകദേശം ഫോർ എക്സാമ്പിൾ ഒരു EMI അടയ്ക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 10,000 രൂപ കൂട്ടിക്ക് ആവറേജ് 10,000 രൂപ വെച്ച് 12 മാസം അടയ്ക്കും 1,20,000 രൂപ വണ്ടിക്ക് EMI അടയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു 10,000 രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ അവരുടെ കയ്യിൽ ഇല്ല കാശ്. ഈ 1,20,000 രൂപ EMI അടയ്ക്കുന്നു, കൂടാതെ ഒരു ഇൻഷുറൻസ് ഒരു 10,000 രൂപ അടയ്ക്കുന്നുണ്ട്. വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കാം, പക്ഷേ സ്വന്തമായിട്ടോ സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി ഇൻഷുറൻസ് എടുക്കാൻ പറ്റത്തില്ല. അതിനേക്കാളും പ്രയോറിറ്റിയാണ് എൻ്റെ മൊബൈൽ, എൻ്റെ EMI, എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതൊക്കെ ഈ വണ്ടിക്ക് അടയ്ക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആരോഗ്യം വേണം. ഇപ്പോൾ സാധാരണ ഞാൻ കണ്ടുവരുന്ന ഒരു ആവറേജ് കുടുംബത്തിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ, ഒരുപാട് കാശുണ്ടാക്കുന്നവർ ഒറ്റയടി കൊണ്ട് കാശ് കളയുന്നത് ഹോസ്പിറ്റലിൽ തന്നെയാണ്. അത് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയാണല്ലോ അസുഖം എന്ന് പറയുന്നത്. എപ്പോൾ വരും, എങ്ങനെ വരും എന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് മുഴുവൻ
ഈ പറയുന്ന ഇപ്പം ഞാൻ കണ്ടുവരുന്നുണ്ട് ചില പിള്ളേർ സെറ്റുകൾ എടുക്കുന്നത് ഒരു ഐഫോണോ അല്ലെങ്കിൽ ഒരു ഗാലക്സി ഫോൺ എടുക്കണമെങ്കിൽ എത്ര ആവും EMI ചോദിച്ചാൽ എടുക്കുന്നത്. നിസ്സാര ശമ്പളമേ ഉള്ളൂ, പക്ഷേ അവർ ആദ്യം പോയി എടുക്കുന്ന നല്ല ഫോൺ വേണ്ടെന്നല്ല പറയുന്നത്, വേണം. അതിനേക്കാളും വലിയ പ്രയോറിറ്റിയാണ് നമുക്കിപ്പോഴും ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത്. അപ്പം ബേസിക്കലി ചോദ്യത്തിനുള്ള മറുപടി ഒന്ന്, ഇവർക്കുള്ള അവയർനെസ് ഇല്ല, ഇതെല്ലാം കളിപ്പീരാണെന്ന് കേൾക്കുന്നു. രണ്ടാമത്തെ കാര്യം കാശില്ല എന്ന് പറയുന്നത്. കാശില്ലാത്തതുകൊണ്ട് ഒരിക്കലും ഞാൻ അംഗീകരിക്കുന്നതല്ല. കാശില്ലാതെ ഇൻഷുറൻസ് എടുക്കാനില്ല. ഇൻഷുറൻസ് ലോൺ എടുത്ത് ഇൻഷുറൻസ് എടുക്കുന്നവരെ എനിക്കറിയാം. കാര്യം അത് അത്രയും പ്രയോറിറ്റി ആയിട്ട് കാണുന്നവരുണ്ട്. പ്രയോറിറ്റി ആയിട്ട് കാണാത്തതിൻ്റെ കാരണം അവർക്ക് അങ്ങനെ അസുഖം വന്നിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് അങ്ങനെ അസുഖം വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഫസ്റ്റ് പ്രയോറിറ്റി, ഇപ്പോൾ ഞാൻ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ആകാം, അല്ലെങ്കിൽ SIPകളായിക്കോട്ടെ, FD ആയിക്കോട്ടെ, ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ, വണ്ടിയുടെ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഏറ്റവും ഇങ്ങനെ കുറേ കാറ്റഗറൈസ് ചെയ്ത് ഞാൻ കാണിച്ചാൽ ഏറ്റവും ആദ്യം ടിക്ക് ചെയ്യേണ്ട ഹെൽത്ത് ഇൻഷുറൻസ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ത് ഇൻഷുറൻസും, ബാക്കി എന്ത് ഇൻവെസ്റ്റ്മെൻറ്റും. സോ ഇത് എടുക്കാതെ പോകുന്ന ഞാൻ പറഞ്ഞ പോലെ അവയർനെസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ അവയർനെസ് നമ്മൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ കുറച്ച് അവയർനെസ് കിട്ടുകയുള്ളൂ. നമ്മൾ കുറേ സെർച്ച് ചെയ്താലും, അല്ലെങ്കിൽ കുറേ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കുറേ അവയർനെസ് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക് റീസൺ. ക്രിട്ടിക്കൽ ഇൽനെസ് വന്ന ആളുകൾക്ക് കമ്പനി പോളിസി കൊടുക്കുമോ? പോളിസി ആക്ച്വലി പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും കൊടുക്കണം എന്നാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. IRDA പോലും പറഞ്ഞ എല്ലാ മനുഷ്യർക്കും ഇൻഷുറൻസ് കവേർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ക്രിട്ടിക്കൽ ഇൽനെസ് വന്നവർക്ക്, ഞാൻ പറഞ്ഞ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടിയ അസുഖങ്ങൾ, ക്യാൻസർ, ലിവർ, കിഡ്നി, ഹാർട്ട്, ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ, ഇവർക്കെല്ലാം തന്നെ അല്ലെങ്കിൽ ഓൺഗോയിങ് മെഡിക്കേഷൻ ഉള്ള ആർക്കും തന്നെ പോളിസി കൊടുക്കത്തില്ല. കാര്യം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കും എടുക്കാനുള്ള ഇൻഷുറൻസാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് അസുഖം വന്നിട്ട് ഓടി വന്ന് എടുക്കേണ്ടതല്ല ഹെൽത്തിന്. അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കും എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല, നിങ്ങൾ അസുഖം വന്നിട്ടാണോ നിങ്ങൾ എടുക്കുന്നത് എന്ന് ചോദിക്കുന്ന പോലെ ആയിരിക്കും കമ്പനി. അപ്പോൾ ക്രിട്ടിക്കൽ ഇൽനെസ് വന്നവർക്ക് ആദ്യം തന്നെ കൊടുക്കത്തില്ല. ഇപ്പം റീസെൻ്റ്ലി ക്യാൻസർ വന്നൊരു പേഷ്യൻ്റ് നമ്മൾ കൊടുത്തു. പക്ഷേ ക്യാൻസർ വന്നു, അവർക്ക് 7 വർഷമായിട്ട് ഇപ്പം മെഡിസിൻ കഴിക്കുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കമ്പനി പോളിസി കൊടുക്കുന്നത്. വേറൊരു കാര്യം മനസ്സിലാക്കി, ഇൻസുലിൻ എടുക്കുന്നവർക്ക് ഷുഗർ ഉണ്ട്, പക്ഷേ ഇൻസുലിൻ എടുക്കുന്നവർ പോലും അൺഹെൽത്തി ആയിട്ടാണ് കമ്പനികൾ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് കമ്പനികൾ ഒരു കാറ്റഗറൈസ് ചെയ്യുന്നത് ഹെൽത്തി ആൻഡ് നോൺ ഹെൽത്തി ആയിട്ട്, അൺഹെൽത്തി ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന ആൾ പോലും അൺഹെൽത്തി ആയിട്ടാണ് കമ്പനികൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇൻസുലിൻ എടുക്കുന്നവർക്ക് പോളിസി കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ പോളിസി നോർമൽ സിറ്റിസന് കൊടുക്കുന്ന പോളിസി അല്ല അവർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നോർമൽ ക്ലയൻറ്റിന് കൊടുക്കുന്ന പോളിസി, അവർ കണ്ടീഷൻസ് വെച്ചുള്ള പോളിസിയാണ് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ ഇൻഷുറൻസ് എടുത്തിടുക, വലിയ അസുഖങ്ങൾ വരാതെ നോക്കുക, വന്നു കഴിഞ്ഞാൽ ഏതായാലും ജീവിതത്തിൽ ഇൻഷുറൻസ് കിട്ടുമെന്ന് വിചാരിക്കുകയും വേണ്ട. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് പോളിസി കിട്ടുമോ? അവർക്ക് പോളിസി എടുക്കാൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഹെൽത്ത് ചെക്കപ്പ് ചെയ്യേണ്ട കമ്പനികളുണ്ട്, ചില പോളിസികളുണ്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ. ചില കമ്പനികൾ അത് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാതെയും കൊടുക്കും. അതിപ്പോൾ 60 വയസ്സിന് മേളിലാവണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഒരു 55 വയസ്സാണെങ്കിലും ചിലപ്പോൾ അവരുടെ ഹിസ്റ്ററി നോക്കിയിട്ട്, അവരുടെ അസുഖങ്ങളുടെ അളവ് നോക്കിയിട്ട് ചിലപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണമെങ്കിൽ ഒരു മെഡിക്കൽ ട്രിഗർ ആവാം, മെഡിക്കലിനെ വിളിക്കാം. നിർബന്ധമൊന്നുമില്ല. ഹെൽത്ത് ഇൻഷുറൻസിന് മെഡിക്കൽ എടുത്താലേ നമുക്ക് ഇൻഷുറൻസ് കിട്ടുള്ളൂ എന്നുള്ള ഒരു നിബന്ധനയില്ല. അവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് ഇല്ലാതെയും 60 വയസ്സ് താഴെയുള്ളവർക്കും മേലുള്ളവർക്കും എല്ലാം ഇൻഷുറൻസ് നമുക്ക് കൊടുക്കാം. NRS പോളിസി എടുക്കേണ്ട കാര്യമുണ്ടോ? NRIs മനുഷ്യരല്ലേ, NRIs ഡെഫിനറ്റ്ലി പോളിസി എടുക്കേണ്ടവർ തന്നെയാണ്. പക്ഷേ NRIസിൻ്റെ ഒരു പ്രശ്നം, ഇപ്പോൾ വെളിരാജ്യത്ത് താമസിക്കുന്നവർക്ക് അവിടെ ഇൻഷുറൻസ് കവേർഡാണ്. അപ്പോൾ അവർക്ക് അവിടെ കവർ ചെയ്യുന്നതുകൊണ്ട് നാട്ടിലൊരു കവറേജിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ധാരണ. പക്ഷേ ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോൾസ് വരുന്ന NRIs എന്നാണ്. കാരണം അവർ ചോദിക്കുന്ന ചോദ്യം ഇതിനാണ്, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒരു ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം, എത്ര രൂപ വേണമെങ്കിലും പ്രീമിയം അടയ്ക്കാൻ റെഡിയാണ്, പക്ഷേ ഒരു ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാമോ? കാരണം അവർ പറയുന്നത് 2-3 ലക്ഷം രൂപ ശമ്പളമുണ്ട്, പക്ഷേ ഈ ശമ്പളം പോലും മതിയാവുന്നില്ല അങ്ങോട്ട് അയക്കാൻ. കാര്യം അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അപ്പനോ അമ്മയ്ക്കോ ഒക്കെ അസുഖങ്ങളായി തുടങ്ങി ഒരുപാട് പൈസയാണ് ഹോസ്പിറ്റലിൽ ചിലവാക്കുന്നത്. അവർക്ക് എങ്ങനെയും ഒരു ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാമെന്ന് ചോദിക്കും. പക്ഷേ ഒരു കാരണവശാലും നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളാണ് പലതും. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ ഇൽനെസ് ആയി ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ആയിരിക്കാം, അങ്ങനെ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ള പേഷ്യൻസ്, അവർക്ക് ഒരു കാരണവശാലും ഇൻഷുറൻസ് കൊടുക്കില്ല. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവർ ഈ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള കാശ് അവിടെ നിന്ന് അയച്ചു കൊടുക്കുകയാണ്. ഇനി അവരുടെ കാര്യം വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന അവർക്ക് അവിടെ ഇൻഷുറൻസ് ഉണ്ട്, അതുകൊണ്ട് ഒരു കാരണവശാലും എനിക്ക് നാട്ടിൽ ഇൻഷുറൻസ് വേണ്ട, പക്ഷേ അവിടെ തന്നെ സിറ്റിസണായിട്ട് സെറ്റിൽ ആവുന്നവരാണെങ്കിൽ ഞാനത് അംഗീകരിക്കാം. പക്ഷേ ഏതെങ്കിലും കാലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിക്കുന്നവർ സെറ്റിൽ ആവേണ്ട സമയത്താണെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് വേണ്ടേ? അപ്പോൾ അവർ പറഞ്ഞു ഞാനൊരു 60 വയസ്സ് കഴിയുമ്പോഴത്തേനും അവിടെ നിന്ന് പോരും, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് എടുക്കാം. വന്നു കഴിഞ്ഞ് എടുത്താൽ മതി, പക്ഷേ വരുന്ന സമയത്ത് അസുഖങ്ങളൊന്നും ഇല്ലാതെയാണോ വരുന്നതെന്നുള്ളത് അവർ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അസുഖമായിട്ടാണ് ഇവിടെ വരുന്നെങ്കിൽ ഒരു കാരണവശാലും കിട്ടുകയില്ല.
അപ്പോൾ ഈ NRI ജീവിതത്തിൽ പ്രവാസി ജീവിതത്തിൽ ഉണ്ടാക്കിയ കാശുകൾ മുഴുവൻ കൊണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാൻ എത്രയോ പേരുടെ അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ടെന്നറിയോ. അപ്പോൾ അവരവിടെ നിൽക്കുന്ന അവർ പറയുന്നത് ഞങ്ങളിവിടെ വരുമ്പോൾ എടുക്കാം, ഞങ്ങൾ വരുമ്പോൾ എടുത്തോളാം. പക്ഷേ വരുന്നത് തന്നെ അസുഖമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവരുണ്ടാക്കിയ കാശുകൾ മുഴുവൻ FD ഇട്ടേക്കുന്ന കാശ് മുഴുവൻ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കുകയാണ്. ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം NRIs നല്ല എല്ലാവർക്കും നിർബന്ധമായിട്ട് ഇൻഷുറൻസ് എടുക്കണം. NRIs എസ്പെഷ്യലി ഞാൻ പറയാൻ കാരണം ഈ പറഞ്ഞ 2 കണ്ടീഷനാണ്. ഒന്ന് ഈ പറഞ്ഞ അവർക്ക് അവിടെ ഇൻഷുറൻസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നവരുണ്ട്. അത് ഒരു കാരണവശാലും അത് ശരിയായ നടപടിയല്ല, ശരിയായ തീരുമാനങ്ങളല്ല. നിങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിലും ഇവിടെ ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നതിന് യാതൊരു, പക്ഷേ അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ വണ്ടിയുടെ ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നുണ്ട്. അവർ വീട്ടിൽ കിടക്കുന്ന കാർ പോർച്ചിൽ കിടക്കുന്ന വണ്ടിക്ക് അവർ ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നുണ്ട് എല്ലാ വർഷവും. അവിടെയും വണ്ടിയുണ്ട്, അതിനെടുക്കുന്നുണ്ട്. ഇവിടെ വീട്ടിൽ കിടക്കുന്ന വെറും കാർ പോർച്ചിൽ കിടക്കുന്ന വണ്ടിക്ക് ഒരു ഇൻഷുറൻസ് എടുക്കാൻ സ്വന്തമായിട്ട് എടുത്ത് വെക്കാറില്ല. പക്ഷേ മാതാപിതാക്കൾക്ക് എടുത്ത് വെക്കണം, സ്വന്തമായിട്ടും എടുത്ത് വെക്കണം. നാളെ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇത് ഞാനൊരു പേടിപ്പീരായിട്ട് പറയുന്നതല്ല, അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്. നിർബന്ധമായിട്ടും NRIs എടുക്കണം. ഇപ്പോൾ ചില രാജ്യങ്ങളിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്ന അടുത്ത വർഷത്തേക്കാണ്, ഒരു സർജറിക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്ന അടുത്ത വർഷത്തേക്കാണ്. നമ്മുടെ കേരളത്തിലെ പോലെ ഇന്ത്യയിലെ പോലെ അല്ല അവിടുത്തെ കൾച്ചർ. അപ്പം പെട്ടെന്നൊരു സീരിയസ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുമായിരിക്കും. പക്ഷേ അവിടെ സ്ലോട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നാട്ടിൽ വന്ന് ചെയ്തിട്ട് പോകുന്ന പലരും ഉണ്ട്. നാട്ടിൽ വന്ന് ചെയ്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുന്നവരുണ്ട്. അവർ നാട്ടിലൊരു ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും NRIs ആണെങ്കിലും ഒരു ഇൻഷുറൻസ് എടുത്ത് ഇടേണ്ട ആവശ്യത ഉണ്ട്. ഓർഗൻ ഡോണർ കവർ എന്നാൽ എന്താണ്? ഓർഗൻ ഡോണർ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഒരു അവയവം, നമുക്ക് വേണ്ടി ഒരു അവയവം ഒരാൾ ഡൊണേറ്റ് ചെയ്യുന്നതിനാണ് ഓർഗൻ ഡോണർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിലുള്ള കുറേ പോളിസികൾ ഓർഗൻ ഡോണർ ട്രാൻസ്ഫർ കവറേജൊക്കെ ആ പോളിസിയിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സ്പെഷ്യലായിട്ട് റൈഡറായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. മിക്ക പോളിസികളിലുണ്ട് ഓർഗൻ ഡോണർ ട്രാൻസ്ഫർ. അത് നിസ്സാരമായിട്ട് തള്ളേണ്ട കാര്യമില്ല. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു സിറോസിസാണ്, നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിവർ മാറ്റി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് അവർ കൊടുത്ത പാക്കേജിന് വേണ്ടി ഞാൻ തന്നെ ഞെട്ടി. അപ്പോൾ ഏതായാലും ആ പോളിസി, അദ്ദേഹം എടുത്തേക്കുന്ന പോളിസിയിൽ ഈ ഓർഗൻ ഡോണർ ട്രാൻസ്ഫർ കവേർഡാണ്. പക്ഷേ ഓർഗൻ ഡോണർ ട്രാൻസ്ഫറിനകത്ത് ഏറ്റവും നല്ലൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് പോളിസി ഉണ്ട്, താങ്കളാണ് എനിക്ക് ഈ പറയുന്ന ലിവർ തരുന്നത് അല്ലെങ്കിൽ കിഡ്നി തരുന്നത് വിചാരിക്കും. പക്ഷേ നിങ്ങൾക്ക് പോളിസി ഇല്ലതാണ്. അപ്പോൾ എനിക്ക് വേണ്ടി തരുന്നതുകൊണ്ട് എൻ്റെ കമ്പനി നിങ്ങളുടെ ചിലവും കൂടി എടുക്കും. എനിക്ക് വേണ്ടി എൻ്റെ കമ്പനി നിങ്ങളുടെ ഹോസ്പിറ്റൽ ചിലവും കൂടി എടുക്കും. അതാണ് ഈ ഓർഗൻ ഡോണർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം, പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഒരു കിഡ്നി ഒരാൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് കൊടുക്കേണ്ട കാശുണ്ടാവും. അയാൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുന്ന കാശ് അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പോവും. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ചിലവുകൾ കംപ്ലീറ്റ് എൻ്റെ കമ്പനി എനിക്ക് വേണ്ടി കൊടുക്കുന്നതിനാണ് ഈ ഓർഗൻ ഡോണർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗൻ ഡോണർ ട്രാൻസ്ഫർ ഉള്ള പോളിസികളും നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്താണ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്? നിങ്ങളുടെ പോളിസികളെല്ലാം, മിക്ക പോളിസികളും കാണാം ഈ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് കമ്പനികളുടെ പോളിസികളാണ് ഏറ്റവും കൂടുതൽ ഈ ഡേ കെയർ കണ്ടത്. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇൻപേഷ്യൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞല്ലോ, അത് ഇൻപേഷ്യൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 24 മണിക്കൂർ മിനിമം അഡ്മിറ്റായി മാത്രം കൊടുക്കുന്ന ക്ലെയിമുകൾക്കാണ് ഈ ഇൻപേഷ്യൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ആ ട്രീറ്റ്മെൻറ്റിൽ തന്നെ ചില അസുഖങ്ങൾക്ക് നമുക്ക് ഒരു ദിവസം നമുക്ക് അവിടെ 24 hours അഡ്മിഷൻ വേണ്ടാത്ത അസുഖങ്ങളുണ്ട്. ഉദാഹരണത്തിന് കാറ്ററാക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ, അതൊക്കെ വെരിക്കോസ് വെയിൻ ഇപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. രാവിലെ എന്നാൽ ഒരു ഉച്ചയാകുമ്പോൾ തിരിച്ചു വരാം. കാറ്ററാക്ട് ഇതുപോലെ തന്നെ രാവിലെ നമുക്ക് ഉച്ചയാകുമ്പോൾ കിടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡ്യൂ ടു അഡ്വാൻസ് ടെക്നോളജി ട്രീറ്റ്മെൻറ്റ്സ്, അപ്പോൾ അഡ്വാൻസ് ടെക്നോളജി കാരണം ഒരു വ്യക്തിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാതെ ചെയ്യേണ്ട ചില സർജറികളോ മൈനർ സർജറികളോ, ഇതൊക്കെ ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ ഒരു അരിമ്പാറ കരിച്ച് അല്ലെങ്കിൽ പാലുണ്ണി കരിച്ച് കളയുക, ഇതിനൊന്നും അഡ്മിറ്റ് ആവേണ്ട കാര്യമില്ല. ഒരു 542 അസുഖങ്ങൾക്ക് നമ്മൾ അഡ്മിറ്റ് ആവേണ്ട. 542 അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് എന്നോട് ചോദിക്കരുത്, വളരെ ബുദ്ധിമുട്ടാണ് മുഴുവൻ പറയാനായിട്ട്. എന്നാൽ 542 അസുഖങ്ങൾക്ക് നമ്മൾ അഡ്മിറ്റ് ആവേണ്ട കാര്യമില്ല. അപ്പോൾ അഡ്വാൻസ് ടെക്നോളജി മുഖാന്തരം നമുക്ക് അഡ്മിറ്റ് ആവേണ്ടാത്ത അസുഖങ്ങളെയാണ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് രാവിലെ പോയാൽ ഉച്ചയാകുമ്പോൾ തിരിച്ച് 24 hours അഡ്മിഷൻ വേണ്ടാത്ത അസുഖങ്ങൾക്കാണ് ഈ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് എന്നാൽ എന്താണ്, അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് വീട്ടിൽ കിടന്നുള്ള ചികിത്സ, അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് തന്നെ കിടന്നുള്ള ചികിത്സയ്ക്കാണ് ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ആൾക്കാർ ഇത് ഈ പോളിസിയിൽ ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് കവേർഡ് ആണ് എന്ന് പറഞ്ഞു വിടത്തേ ഉള്ളൂ. പക്ഷേ ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റിന് കണ്ടീഷൻസ് ഉണ്ട്. ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പേഷ്യൻറ്റിനെ ആ കടന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനൊരവസ്ഥ. മൂവബിൾ അല്ല. അപ്പോൾ മൂവബിൾ അല്ലെങ്കിൽ ഡോക്ടറിന് അല്ലെങ്കിൽ കിടക്കുന്ന സ്ഥലത്ത്, വീട്ടിൽ വന്ന് ചികിത്സിക്കുന്നതിനാണ് ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ സമ്മർഷോടെ എത്രയാണോ അത്രയും തന്നെ നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും.
വളരെ നല്ലതാണ്. നമുക്ക് ഒരു കാരണവശാലും പേഷ്യൻറ്റിനെ മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം കിടക്കുന്ന സ്ഥലത്ത് വന്ന് ചെയ്യുന്നതിനാണ് ഡൊമസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമതൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഡൊമസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ അവൈൽ ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഹോസ്പിറ്റലിൽ കിടക്കാൻ സ്ഥലമില്ലാത്തവർ, ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ സ്ഥലമില്ല കിടക്കാൻ, അങ്ങനെ ഹോസ്പിറ്റൽ മുഴുവൻ ഫില്ലാണ്. അപ്പോൾ നമുക്ക് പിന്നെ എന്താ ഓപ്ഷൻ എന്താ, നമ്മൾ വീട്ടിൽ പോയി കിടക്കുക. അങ്ങനെ കടന്നാലും നമുക്ക് ഈ ഡൊമസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ക്ലെയിം ചെയ്യാം. അപ്പോൾ 2 കണ്ടീഷനാണ്. ഒന്ന്, പേഷ്യൻറ്റിനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ലാത്ത കണ്ടീഷനായിരിക്കണം. 2, ഹോസ്പിറ്റലിൽ സ്ഥലമില്ല എങ്കിൽ നമുക്ക് വെളിയിൽ പോയി ഒരു അഡ്മിറ്റ് ആയാൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുള്ള കാശ് കിട്ടും. അതാണ് ഡൊമസ്റ്റിക് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ആ വീട്ടിൽ കിടന്നുള്ള ചികിത്സയ്ക്ക് അല്ല ഡൊമസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ 2 കണ്ടീഷനിലാണ് ഡൊമസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ആപ്ലിക്കബിൾ ആവുന്നത്. ഗ്രേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഗ്രേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു പോളിസി എടുക്കുന്നു, ആ പോളിസിയുടെ റിന്യൂവൽ ഡേറ്റ് ഫോർ എക്സാമ്പിൾ മാർച്ച് 1-ാം തീയതിയാണ് നമ്മുടെ റിന്യൂവൽ ഡേറ്റ്. ആ റിന്യൂവൽ ഡേറ്റിന് നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല, മാർച്ച് 1-ാം തീയതി നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ കമ്പനികൾ എന്താ ചെയ്യുക, കമ്പനിയുടെ ഒരു 30 ദിവസത്തെ വെയിറ്റിംഗ് ഗ്രേസ് പീരീഡ് തരും. അതായത് 30 ദിവസത്തിൽ നിങ്ങൾ അടച്ചാൽ മതി. അതായത് മാർച്ച് 31-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ അടച്ചാൽ മതി. മാർച്ച് 1-ാം തീയതി അടയ്ക്കേണ്ടത്. ഒരു 30 ദിവസത്തോടെ നമുക്കൊരു ഗ്രേസ് പീരീഡ് തരുന്നു. ആ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അടച്ചാൽ മതി. നിങ്ങളുടെ പോളിസിക്ക് കണ്ടിന്യൂറ്റിയോ ഒന്നും നഷ്ടപ്പെടത്തില്ല. എല്ലാ ബെനിഫിറ്റ്സും എല്ലാ ബെനിഫിറ്റ്സും തന്നെ കിട്ടും. കണ്ടിന്യൂവേഷൻ കിട്ടും എന്നൊക്കെയാണ് ഗ്രേസ് പീരീഡിൻ്റെ ഒരു കാര്യം. പക്ഷേ ഗ്രേസ് പീരീഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് 30 ദിവസത്തെ ഒരു എന്താ പറയുക ഹോളിഡേ പീരീഡ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് ആ 30 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ഒരു കാരണവശാലും നമുക്ക് ക്ലെയിം കിട്ടത്തില്ല. മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് 30 ദിവസം നമുക്ക് ഗ്രേസ് പീരീഡ് തരുന്നുണ്ട്. ആ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ഏതെങ്കിലും അസുഖം വന്നാൽ ഒരു കാരണവശാലും നമുക്ക് ക്ലെയിം കിട്ടത്തില്ല. പക്ഷേ ഇനിയിപ്പോൾ വേറൊരു ചില പോളിസികൾ ഇപ്പോൾ വരുന്നുണ്ട്, ഞങ്ങൾ അതും കൂടെ തന്നേക്കാം, ഈ 30 ദിവസം നിങ്ങൾ അടച്ചാൽ മതി, 30 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ക്ലെയിം വന്നാലും ഞങ്ങൾ ക്ലെയിം തരാമെന്ന് പറയുന്ന പോളിസികൾ വന്നിട്ടുണ്ട്. അതുപോലെ ഈ പറയുന്ന ഗ്രേസ് പീരീഡ് ഉപയോഗിക്കാതെ, അതായത് നമ്മുടെ റിന്യൂവൽ ഡേറ്റിന് 30 ദിവസം മുമ്പ്, ഞാനിപ്പോൾ പറഞ്ഞല്ല 30 ദിവസം റിന്യൂവൽ ഡേറ്റ് കഴിഞ്ഞുള്ള കാര്യം പറഞ്ഞു, 30 ദിവസത്തിന് മുമ്പ് നമ്മൾ റിന്യൂവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് വരും പ്രീമിയത്തിൽ, 30 ദിവസത്തിനുള്ളിലാണ് ഇത്ര ശതമാനം ഡിസ്കൗണ്ട് വരും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഗ്രേസ് പീരീഡ്. അപ്പോൾ ഗ്രേസ് പീരീഡ് വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടയ്ക്കുന്ന ഡേറ്റ്, റിന്യൂവൽ ഡേറ്റിന് ശേഷമുള്ള 30 ദിവസം കൂടെ നമുക്ക് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ നമുക്ക് പോളിസി ലൈവായിരിക്കും. ആ ദിവസത്തിനുള്ളിൽ നമുക്കൊരു അസുഖം വന്നാൽ മാത്രം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് കഴിവുള്ളിടത്തോളം നമ്മൾ റിന്യൂവൽ ഡേറ്റിന് മുമ്പ് തന്നെ അടയ്ക്കാൻ ശ്രമിക്കുക. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഓൺലൈൻ പോളിസിയാണല്ലോ ആശ്രയിക്കുന്നത്. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഇന്ന് ഈ സമയം തികയും തോന്നുന്നില്ല. കാര്യം എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവാത്തൊരു കാര്യം, അല്ലെങ്കിൽ പോട്ടെ എന്നെപ്പോലുള്ള ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിന് മനസ്സിലാവാത്ത കാര്യമാണ്. മലയാളികൾ എവിടെ ഡിസ്കൗണ്ട് കാണുന്നു അവിടെ പോയി എന്തും പർച്ചേസ് ചെയ്യും. ഡിസ്കൗണ്ട് ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഒരു ഡിസ്കൗണ്ട് കൊണ്ട് വരും, അവിടെ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. എത്ര പറഞ്ഞാലും ആൾക്കാർ വീണ്ടും പോയി ഓൺലൈൻ പോളിസികളാണ് കൂടുതലും എടുക്കുന്നത്. കാരണം അവിടെ ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏജൻറ്റിന് കിട്ടുന്ന നിസ്സാര കമ്മീഷനാണ്. ഞാൻ തുറന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല, ഒരു 15% GST കഴിഞ്ഞാൽ കിട്ടുന്നത്. 15% കമ്മീഷൻ കിട്ടുന്ന ഏജൻറ്റിനോട് ഡിസ്കൗണ്ട് ചോദിക്കും. 18% GST അടയ്ക്കാൻ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഗവൺമെൻറ് അടയ്ക്കുന്ന 18% GST അടയ്ക്കാൻ പ്രശ്നമില്ല. GST നിങ്ങൾ കുറച്ച് ചോദിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ കിട്ടുന്ന കമ്മീഷൻ, ഏജൻറ്റ് കമ്മീഷൻ എവിടെ നിന്ന് കുറച്ച് തരാമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഏജൻറ്റ് കമ്മീഷനാണ് നോർമലി ഈ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് കുറച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്കൊരു ക്ലെയിം വന്നാൽ നിങ്ങൾ ആരോടാണ് പോയി ചോദിക്കുന്നത്? നിങ്ങൾക്കൊരു പോയിൻ്റ് ഓഫ് ടച്ച് ഇല്ല, ഒരു ഏജൻറ്റ് ഇല്ല കൂടെ. നിങ്ങൾക്കൊരു ക്ലെയിം വന്ന്, ഞാൻ എത്ര അനുഭവങ്ങൾ ഡെയിലി ഞാൻ ഈ കാണുന്ന അനുഭവങ്ങളാണ്. ഈ ഓൺലൈൻ പോളിസി എടുത്തിട്ട് അവസാനം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ക്ലെയിം മേടിച്ചു തരാൻ പറ്റുമോ, എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ ഞങ്ങൾക്ക് ഈ ക്ലെയിം കിട്ടാനായിട്ട്? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഏജൻറ്റായിട്ട് വന്നൊരു ക്ലെയിം അല്ല. നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വേണം തോന്നി നിങ്ങൾ പോയി ഒരു ഓൺലൈൻ പോളിസി എടുക്കുന്നു, ഓൺലൈൻ പോളിസി എടുത്ത് ക്ലെയിം വന്നിട്ട് നിങ്ങളുടെ ക്ലെയിം റിജക്ഷൻ ആയി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കസ്റ്റമർ സർവീസ് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എടുക്കുന്നവനല്ല പിന്നീട് എടുക്കുന്നവനല്ല പിന്നെ വേറെ ഒരു സമയത്ത് എടുക്കുന്നത്. അപ്പോൾ ക്ലെയിം വേണ്ട എന്ന് മടുത്തിട്ട് നിർത്തിയിട്ട് പോരുന്ന ഭൂരിഭാഗം ക്ലയൻസിനെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പോളിസി എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളൊരു റീറ്റെയിൽ ഇൻഷുറൻസ് മാത്രമേ, ഒരു ഏജൻറ്റ് വഴി മാത്രമേ എടുക്കുകയുള്ളൂ. ഞാൻ പറയുന്ന ബാങ്കിൽ നിന്നോ NBFC എന്ന് പോലും എടുക്കരുത്. NBFC നോൺ ബാങ്കിങ് ഫിനാൻസ്, ഞാൻ ഒരാളുടെ പേര് പറയുന്നില്ല, നോൺ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ നിന്നൊന്നും തന്നെ എടുക്കരുത്. കാരണം ഇതെല്ലാം കോർപ്പറേറ്റ് ഏജൻസാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലെയിം വന്നു കഴിയുമ്പോൾ ബാങ്കിൽ നിന്ന് എടുക്കുന്നു. ആ ബാങ്കിൽ നിന്ന് എടുക്കുന്ന വ്യക്തി നാളെ ഒരു ക്ലെയിം വരുമ്പോഴത്തേന് ഓടിച്ചെന്ന് മാനേജറെ കാണാൻ ചെല്ലുന്നു. മാനേജർ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയി, അല്ലെങ്കിൽ പുള്ളി ട്രാൻസ്ഫർ ആയിപ്പോയി, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ആ സാഹചര്യത്തിൽ വേറൊരു മാനേജർ അവിടെ നിന്നിരിക്കുന്നു. പുള്ളി പറഞ്ഞ് എനിക്കിനകത്ത് ചെയ്യാനൊന്നുമില്ല, കാര്യം എൻ്റെ ടാർഗറ്റ് അല്ലായിരുന്നു, ഞാനല്ല സാറിന് പോളിസി എന്നത്, എനിക്ക് സർവീസ് ചെയ്യേണ്ട കാര്യമില്ല.
സത്യമാണ് അവർ പറയുന്നത്. കാരണം വെച്ചാൽ അവർക്ക് സർവീസ് ചെയ്യേണ്ട യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും ശരിക്കുമില്ല. ശരിക്കും ഈ ഓൺലൈൻ തരുന്ന കമ്പനികളാണ് സർവീസ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഓൺലൈൻ പോളിസികളുടെ കമ്പനികൾ സർവീസ് ചെയ്യുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഒരു കാരണവശാലും എഴുതി വെച്ചോളൂ, ഒരു കാരണവശാലും ഓൺലൈൻ പോളിസികൾ എടുക്കരുത്. ഞാൻ ഒരുപാട് വ്ളോഗേഴ്സിനെ കാണുന്നുണ്ട്, ഒരുപാട് ഡിഫറെൻറ്റ് വീഡിയോസ് ചെയ്യുന്ന വ്ളോഗേഴ്സിനെ കാണുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഇലക്ട്രോണിക്സ് ആയിരിക്കും, ചിലപ്പം മെഡിസിനെ പറ്റി ആയിരിക്കും. ഞാൻ ഈയിടെ ഒരു ഡോക്ടറെ കണ്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വീഡിയോ ആണ്. പുള്ളിയുടെ ഏത് വീഡിയോ വന്നാലും ഞാൻ കാണുന്നതാണ്. പക്ഷേ ആ ഡോക്ടർ പോലും ഏതോ ഒരു കമ്മീഷൻ്റെ ബേസിൽ പറയുകയാണ്, ഇന്ന് എൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളൂ, ഞാൻ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് എനിക്ക് 25% ഡിസ്കൗണ്ട് കിട്ടും. എന്ത് ഡിസ്കൗണ്ടാണ് വേണ്ടത്? അത് ആ വ്യക്തി, ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ള എല്ലാ വീഡിയോസും ഞാൻ നന്നായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒറ്റ വീഡിയോ കണ്ടുകൊണ്ട് എനിക്ക് ആ വ്യക്തിയോടുള്ള അഭിപ്രായം തന്നെ പോയി. വേറെ എത്രയോ വ്ളോഗേഴ്സ് ഞാൻ കാണുന്നു, ഞങ്ങളുടെ ലിങ്ക് ക്ലിക്ക് ചെയ്തോളൂ, താഴെ ഡിസ്കൗണ്ട് ഉണ്ട്. എന്തിനാണ് ഡിസ്കൗണ്ട്? നിങ്ങൾ ഡിസ്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾ GSTക്ക് ഡിസ്കൗണ്ട് തരാൻ ചോദിക്കും. എന്തിനാണ് ഇപ്പോൾ ഡിസ്കൗണ്ട് വിട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് വീട്ടിൽ വെക്കാമെന്നല്ലാതെ യാതൊരു പ്രയോജനം നിങ്ങൾക്ക് പോളിസി ഓൺലൈൻ പോളിസി എടുത്താൽ കിട്ടത്തില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കരുത്. ഇനി ഓൺലൈൻ പോളിസി എടുത്തവർ ഇപ്പം നിലവിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യങ്ങൾ റിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ റീറ്റെയിൽ പോളിസി ഏത് കമ്പനി നിങ്ങൾ എടുത്തോ അത് എൻ്റെ പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾ റീറ്റെയിൽ പോളിസി എടുക്കാവുള്ളൂ. നിങ്ങൾക്ക് അതുപോലെ ചതിവുകൾ കിട്ടും. ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഇപ്പോൾ അസോസിയേഷനിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഈ കാണുന്ന താഴത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, 25% ഡിസ്കൗണ്ട്, 10% ഡിസ്കൗണ്ട്, ഇങ്ങനെയൊന്നും ചെന്ന് ദയവ് ചെയ്ത് വീഴരുത്. നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. പക്ഷേ അതിനിടയ്ക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാമെന്ന് പറയുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരിക്കലും ഒരു കമ്പനിയുടെ റിവ്യൂസ് നോക്കി നിങ്ങളെ കമ്പനി ജഡ്ജ് ചെയ്യരുത്. റിവ്യൂസ് നോക്കി ഒരു കാരണവശാലും കമ്പനിയെ ജഡ്ജ് ചെയ്യരുത്. കാരണം റിവ്യൂസ് റോങ് ആയിട്ടുള്ള, അത് നെഗറ്റീവ് റിവ്യൂസ് ഇടാൻ വേണ്ടി 50 രൂപ കൊടുത്ത് റിവ്യൂസ് ഇടുന്ന കമ്പനികളെ എനിക്കറിയാം. 50 രൂപ വെച്ച് കൊടുക്കും. ഞാൻ പറഞ്ഞത് ഇൻഷുറൻസ് കമ്പനി മാത്രം, ഇൻഷുറൻസ് കമ്പനിയുടെ കാര്യമല്ല പറഞ്ഞത്, പല കമ്പനികളാണ് ഞാൻ പറഞ്ഞത്, ഇൻഷുറൻസ് കമ്പനി എന്നല്ല പറഞ്ഞത്. അപ്പോൾ പല കമ്പനികൾ, അതിപ്പോൾ ഒരു ഷർട്ട് മേടിക്കുന്ന കമ്പനിയാണെങ്കിലും ഒരു ഷൂ മേടിക്കുന്ന കമ്പനിയാണ്. ഞാൻ ഇൻഷുറൻസ് കമ്പനി 50 രൂപ കൊടുക്കുന്നുണ്ട് നല്ല ഞാൻ പറഞ്ഞത്. പല കമ്പനികൾ റിവ്യൂസ് ഇടാൻ വേണ്ടി, നല്ലതും ചീത്തയും, നല്ല റിവ്യൂ ഇടാനും ചീത്ത റിവ്യൂ ഇടാൻ, നെഗറ്റീവ് റിവ്യൂ ഇടാനും 50 രൂപ 100 രൂപ വെച്ച് കൊടുക്കുന്ന കാലമാണിന്ന്. അതുകൊണ്ട് റിവ്യൂസ് വെച്ച് നോക്കാതെ ആക്ച്വലി നിങ്ങളൊരു കമ്പനിയെ പറ്റി സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഏജൻറ്റിനെ സമീപിച്ച് ആ ഏജൻറ്റ് പറയുന്നത് മുഴുവൻ കേട്ട് അതൊക്കെ ശരിയാണോ നോക്കുക. പറ്റുന്നുണ്ടെങ്കിൽ ആ ഏജൻറ്റിൽ നിന്ന് ഒരു പോളിസി മേടിച്ചിട്ട് അവൻ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ശരിയാണോ നോക്കുക. ഇതൊക്കെ നോക്കി വേണം നിങ്ങൾ പോളിസി എടുക്കുക. അല്ലാതെ ഒരു റിവ്യൂ കണ്ടിട്ട് ദയവ് ചെയ്ത് പോയിട്ട് ഒരു കമ്പനിയുടെയും പോളിസി എടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്യരുത്. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഒരു കാരണവശാലും ഓൺലൈൻ ഇത് ഞാൻ ഇപ്പോൾ എനിക്കറിയത് പറയുമ്പോൾ എനിക്കെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടാവും. എനിക്കത് പ്രശ്നമുള്ള കാര്യമല്ല. കാര്യം ഓൺലൈൻ പോളിസി അതുപോലെയാണ് അവരുടെ സർവീസും. ഒരു രീതിയിൽ അവർ ക്ലെയിം കൊടുക്കുന്നില്ലെന്നല്ല പറയുന്നത്, പക്ഷേ 60% ക്ലെയിം കിട്ടുന്നില്ല എന്നുള്ള പരാതികളാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഡിസ്കൗണ്ട് കണ്ടുകൊണ്ട് ഓടിച്ചെന്നൊരു ഓൺലൈൻ പോളിസി ദയവ് ചെയ്ത് എടുക്കരുത്. പെട്ടെന്നൊരു അസുഖം വന്ന് അഡ്മിറ്റ് ആയാൽ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ എടുത്തേക്കുന്ന കമ്പനികൾക്ക് അവിടെ ടൈപ്പ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഹോസ്പിറ്റൽ ഇൻഷുറൻസ് ഡെസ്കിൽ ടൈപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ പോളിസി നമ്പറും ആ കമ്പനിയുടെ പേരും പറയാം. ഇനി അതല്ല, നമുക്ക് ടൈപ്പ് ഇല്ലാത്തൊരു ഹോസ്പിറ്റലാണ് നമ്മൾ അഡ്മിറ്റ് ആയേക്കുന്നെങ്കിൽ നമ്മുടെ എടുത്തേക്കുന്ന കമ്പനി നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻറ്റിനെ വിളിച്ച് പറയാം. ഇതൊക്കെയാണ് ഒരു ഗുണം, ഏജൻറ്റിനുള്ള ഗുണമാണ്. അപ്പോൾ നിങ്ങൾ ആ ഏജൻറ്റിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻറ്റ് കമ്പനി അറിയിച്ചോളും. അതായത് ഇന്ന ആൾ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്നുള്ള അറിയിച്ചാൽ മാത്രം മതി. അറിയിച്ചാൽ ബാക്കിയുള്ള ഫോർമാലിറ്റീസ് അവർ ബാക്കി ചെയ്തോളും. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്രേ ഉള്ളൂ, നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്യാൻ മറക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ക്യാഷ്ലെസ് ആയിട്ട് വേണം നിർബന്ധമുള്ളത്. ഇനി അതല്ല, എനിക്ക് ക്യാഷ്ലെസ് വേണ്ട, ഞാൻ പിന്നീട് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ കമ്പനി അറിയിക്കേണ്ട പോലും കാര്യമില്ല. ഡിസ്ചാർജ് ആയതിന് ശേഷം നമ്മൾ നമ്മുടെ ബില്ലുകളും എല്ലാം വെച്ച് അവരുടെ ക്ലെയിം ഫോം എല്ലാം വെച്ച് നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് കമ്പനിക്ക് അയച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ. പോസ്റ്റ് ഓഫീസുകളിൽ നിന്നൊക്കെ നിസ്സാര പൈസയ്ക്ക് വലിയ കവറേജുകൾ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ? 15 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടുമെന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര്, ശരിക്കും എനിക്കൊരു സങ്കടം തോന്നാറുണ്ട്, അവരെന്തിനാണ് ഇങ്ങനെ വീഡിയോ ഇട്ട് ആൾക്കാരെ പറ്റിക്കുന്നുള്ളൂ. അവർ പറയുന്നത് എന്താണ്, 899 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ 15 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടുമെന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ ആ പറഞ്ഞില്ലാത്ത എങ്ങനെയാണത് കിട്ടുന്നതെന്ന് അവർ പറയുന്നില്ല. അവർ പറയുന്നത് 15 ലക്ഷം കവറേജ് കിട്ടും, ഇത്രയും പൈസ അടച്ചാൽ നിങ്ങൾക്ക് കവറേജ് കിട്ടും. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട, പോസ്റ്റ് ഓഫീസും നിവാബൂപ്പ എന്ന് പറയുന്ന കമ്പനിയും തമ്മിലാണ് ആ ടൈപ്പ് ഉണ്ടായത്. നല്ലൊരു കാര്യമാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങളും കൂടിച്ചേർന്നുള്ള ആ ഒരു നിസാര പ്രീമിയത്തിന് ക്ലെയിം കൊടുക്കാം എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ നല്ല കാര്യമാണ്. ഞാനത് വളരെയധികം പോസ്റ്റ് ഓഫീസിനെയും നിവാബൂപ്പ എന്ന കമ്പനിയും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന വ്ളോഗേഴ്സ് പറയാത്തൊരു കാര്യം എന്താണ്, ഈ 15 ലക്ഷം കിട്ടണം എന്നുണ്ട്. ചിലവർ പറയുന്നുണ്ട് കേട്ടോ, ചിലവരുടെ വീഡിയോ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള വീഡിയോ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ പറയാത്ത വ്ളോഗേഴ്സും കേട്ട് തഴമ്പിച്ച
എന്നെ ശ്രവിക്കുന്ന അല്ലെ എന്നെ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന 15 ലക്ഷം രൂപയുടെ കവറേജ് തരും എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ ഡിഡക്റ്റബിളാണ്. അതായത് 2 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കണം, 2 ലക്ഷം രൂപ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് വന്നാൽ ഞങ്ങൾ തരാമെന്നാണ്. അതെന്താണ് വീഡിയോയിൽ പറയാത്തത്? കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾക്ക് 15 ലക്ഷം രൂപയുടെ കവറേജ് പോസ്റ്റ് ഓഫീസും നിവ ബൂപ്പ എന്നൊരു കമ്പനിയും തരുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ സാറേ അല്ലെ മാഡം, ഇതിന് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 2 ലക്ഷം രൂപ നിങ്ങൾ കയ്യിൽ നിന്നിടണം. ആ 2 ലക്ഷം രൂപ കഴിഞ്ഞതിന് ശേഷമുള്ള 15 ലക്ഷം രൂപ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഇവർ തരുള്ളൂ. എന്തുകൊണ്ട് പറയുന്നില്ല? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന വ്ളോഗേഴ്സ് ആയാലും ബാക്കിയുള്ളവർ എന്തുകൊണ്ട് ഇത് പറയുന്നില്ല എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന 2 ലക്ഷം രൂപ കയ്യിൽ നിന്ന് കൊടുക്കാൻ പ്രാപ്തിയുള്ള ആൾക്ക് ഈ പറയുന്ന പോളിസി എടുക്കാം. 2 ലക്ഷം രൂപ കയ്യിൽ നിന്ന് കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണെങ്കിൽ ഒരു 10-25,000 എവിടെയെങ്കിൽ നല്ലൊരു പോളിസി എടുത്താൽ പോരെ. ഈ പറയുന്ന 15 ലക്ഷം രൂപ പോളിസി ഒരു 25,000 രൂപ കിട്ടുമായിരിക്കുമല്ലോ, 15 ലക്ഷം രൂപ പോളിസി. അപ്പോൾ അവിടെയും നമ്മളെപ്പോലുള്ളവർ നമ്മൾ ലാഭിക്കാൻ നോക്കുന്നത് എന്താ? ഞാൻ 2 ലക്ഷം രൂപ കയ്യിൽ നിന്ന് കൊടുത്തോളാം, എനിക്ക് എല്ലാ വർഷവും അസുഖമൊന്നും വരത്തില്ല, വന്നാൽ ഞാൻ 2 ലക്ഷം രൂപ മുടക്കോളാം, പോയിട്ട് ഞാൻ ഈ 899 1000 രൂപ മുടക്കിയാൽ പോരെ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്കീം നല്ല സ്കീമാണ്. ഇത്രയും കുറഞ്ഞ പ്രീമിയത്തിൽ പോസ്റ്റ് ഓഫീസെല്ലാം അല്ലെങ്കിൽ നിവ ബൂപ്പ ഇത് കൊണ്ടുവന്നതിൽ വളരെ സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ട് എടുക്കാവുള്ളൂ. ഡിഡക്റ്റബിൾ 2 ലക്ഷമാണ്. 2 ലക്ഷം കഴിഞ്ഞുള്ള ട്രീറ്റ്മെൻറ്റ്സിന് മാത്രമേ നിങ്ങൾക്കത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഇത് അറിഞ്ഞിട്ട് വേണം ആ പോളിസി എടുക്കാനായിട്ട്. ഇത്രയൊക്കെ വിശദീകരിച്ചല്ലോ, നമ്മൾ എങ്ങനെയാണ് ഒരു നല്ല ഏജൻറ്റിനെ മനസ്സിലാക്കുന്നത്? ഇതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്, നല്ല ഏജൻറ്റിനെ എങ്ങനെ സമീപിക്കുക എന്നുള്ളത്. നിങ്ങൾക്കൊരു ഏജൻറ്റിനെ പരിചയം ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പരാജയത്തെപ്പറ്റി നിങ്ങളൊന്ന് പഠിക്കുക, വിജയത്തെപ്പറ്റിയല്ല. വിജയങ്ങൾ പറയാൻ ഒരുപാട് കാണും, ഒരുപാട് നന്നായിട്ട് ചെയ്യുന്ന ഏജൻ്റ് ആയിരിക്കും. അപ്പോൾ എത്രമാത്രം പരാജയങ്ങളുണ്ടെന്നുള്ളത് ഒന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ നല്ലതായിരിക്കും. ഏറ്റവും കുറവ് പരാജയമുള്ളവൻ്റെ അടുത്ത് നിന്ന് പോയി നിങ്ങൾ പോളിസി എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. വിജയങ്ങളെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ ഏജൻസും നല്ല മിടുക്കന്മാരായ ഏജൻറ്റുമാരാണ്. പരാജയപ്പെട്ട് പോകാത്ത ഏജൻറ്റുമാർ കുറവാണ്. പക്ഷെ പരാജയങ്ങൾ ഏറ്റവും കുറവ് പരാജയമുള്ള ഏജൻസിൻ്റെ അടുത്ത് പോയി നിങ്ങൾ സമീപിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് വിശദീകരിക്കുന്ന ഏജൻസ് ആയിരിക്കണം. ഞാൻ പറഞ്ഞില്ല, ഒരു സർവീസ് വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളായിരിക്കണം. ഫോൺ വിളിച്ചാൽ എടുക്കാത്ത ഏജൻസ് അല്ല, ഫോൺ വിളിച്ചാൽ എടുക്കുന്ന ഏജൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുന്ന ഏജൻസ് ആയിരിക്കണം. നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താലേ ക്ലെയിം കിട്ടുള്ളൂ, ഇങ്ങനെ പറഞ്ഞാൽ ക്ലെയിം കിട്ടത്തില്ല, ഈ മുറിയിലേ കിടക്കാവുള്ളൂ, ഇങ്ങനെ ഓരോ കാര്യം ഒരിക്കലും കസ്റ്റമേഴ്സ് പോളിസി അപ്ഡേറ്റഡ് അല്ല. കസ്റ്റമർ ഇന്ന് പോളിസി എടുത്തിട്ട് ഇന്ന് മാത്രം ഓർമ്മയിൽ നിൽക്കും പല കാര്യങ്ങളും. കുറച്ച് കഴിയുമ്പോൾ അവർ മറന്നു നോക്കാം, അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഏജൻസ് എന്നുള്ള നിലയിൽ എപ്പോഴും കസ്റ്റമറിൻ്റെ പോളിസി അപ്ഡേറ്റഡ് ആയിട്ടിരിക്കേണ്ടത് ഏജൻറ്റുമാർ തന്നെയാണ്. അപ്പോൾ ആ ഏജൻറ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് അവർക്ക് വേണ്ട ക്ലെയിമുകൾ മേടിച്ച് കൊടുക്കാനാണ് ഒരു ഏജൻ്റ് നിലയിൽ അവർ നോക്കേണ്ടത്. അപ്പോൾ നല്ലൊരു ഏജൻറ്റിനെ എന്താ പറയുക, നോക്കിയെടുക്കുക, പരിചയത്തിലുള്ളവരെ സമീപിക്കുക, അവരുടെ വിജയങ്ങളും അവരുടെ പരാജയങ്ങളും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർ അന്വേഷിക്കുക ഏജൻറ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്കൊരു നല്ല ഒരു ഏജൻറ്റിനെ കണ്ടെത്താവുന്ന കാര്യമേ ഉള്ളൂ. സാറിൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള ഇൻഷുറൻസ് കമ്പനിയിൽ ഏതാണ് നല്ലത്? അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു കാരണവശാലും ഞാൻ ഇതിൻ്റെ ഒരു ഉത്തരമായിട്ട് എനിക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഒരു കമ്പനിയും നല്ല കമ്പനിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും നല്ല ക്ലെയിം കൊടുക്കുന്ന കമ്പനികളാണ് ഏറ്റവും നല്ല കമ്പനി, അല്ലെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് പോളിസി എടുക്കാം എന്നെനിക്ക് വേണമെങ്കിൽ അഡ്വൈസ് ചെയ്യാം. പക്ഷേ പല കമ്പനികൾക്കും പല രീതിയിലാണ് അവരുടെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത്, അവരുടെ ബെനിഫിറ്റ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതൊക്കെ ആണെങ്കിൽ കൂടി നല്ല സെറ്റിൽമെൻ്റ് ഉള്ള കമ്പനിയിൽ നിന്ന് മാത്രം പോയി പോളിസി എടുക്കുക. അതും ഞാൻ എടുത്തു പറയാണ്, ഒരു കാരണവശാലും ഓൺലൈൻ നോക്കി അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവിടുത്തെ റിവ്യൂസ് കണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇന്ന കമ്പനിയാണ് ഏറ്റവും കൂടുതൽ സെറ്റിൽമെൻ്റ് എന്ന് നിങ്ങൾ വിലയിരുത്തരുത്. സെറ്റിൽമെൻറ്റ് ഏറ്റവും നല്ല സെറ്റിൽമെൻറ്റൊക്കെ സോഴ്സ് കണ്ടുപിടിക്കാനുള്ള പല മാർഗ്ഗങ്ങൾ വേറെയുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അത് വീഡിയോ കൂടെ പ്രസൻറ്റ് ചെയ്ത് എടുക്കാൻ സമയം എടുക്കുക, അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല സെറ്റിൽമെൻ്റ് ഉള്ള കമ്പനിയാണ് ഏറ്റവും നല്ല കമ്പനി. അല്ലാതെ പ്രത്യേകിച്ചൊരു കമ്പനി നല്ലതാണെന്നും പ്രത്യേകിച്ചൊരു കമ്പനി മോശമാണെന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അവസാനമായ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ വീഡിയോ കാണുന്ന സമൂഹത്തോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സമൂഹത്തോട് എനിക്ക് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്ന് നിർബന്ധമായിട്ട് ഞാൻ പറയും. കാര്യം ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയാണ് ഈ പറയുന്ന അസുഖങ്ങളെന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ അത്രയും പൈസ അല്ലെങ്കിൽ അത്രയും കവറേജ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്തവർ നിർബന്ധമായിട്ട് എവിടെ നിന്ന് എടുക്കുന്നു എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം, ഏത് ഏജൻറ്റ് വഴിയും എടുക്കാം.
പക്ഷേ നിർബന്ധമായിട്ട് നിങ്ങളുടെ കുടുംബത്തെ ഓർത്തെങ്കിലും നിങ്ങൾ ഇൻഷുറൻസ് എടുക്കണം. കാര്യം നിങ്ങൾ ഹാർഡ് ഏൺഡ് മണിയാണ്, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ട് ഹോസ്പിറ്റലിൽ കളയുന്ന ഒരുപാട് പേരുടെ ജീവിതം ഞാൻ കാണുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഡെയിലി. അപ്പം നിർബന്ധമായിട്ട് നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. ബാക്കിയുള്ളവരോട് ഇത് പറയണം, ഹെൽത്ത് ഇൻഷുറൻസിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയണം. എടുക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫണ്ടമെൻറ്റ്സ് ഓഫ് ഇൻഷുറൻസ് അറിഞ്ഞ് തന്നെ മാത്രമേ എടുക്കാവുള്ളൂ. വെറുതെ ചാടിക്കയറി ഒരാൾ പറഞ്ഞു കയറി എടുക്കരുത്. ഞാൻ പറഞ്ഞില്ല, പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ഒരു കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ ആ കമ്പനിയുടെ അപ്പോൾ ആ പറയുന്ന പ്രോഡക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഇൻഷുറൻസിൻ്റെ അല്ലെങ്കിൽ പോളിസി ഡോക്യുമെൻറ്റ് കോപ്പിയെങ്കിലും നിങ്ങൾ വായിക്കണം. അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ സ്കെഡ്യൂൾ ഓഫ് ബെനിഫിറ്റ്സ് എങ്കിലും വായിച്ചിട്ട് ശേഷം മാത്രമേ ഒരു ഇൻഷുറൻസ് എടുക്കാവുള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഹാർഡ് ഏൺഡ് മണി വെറുതെ കൊണ്ട് കളയരുത്. എന്തിനേക്കാളും പ്രയോറിറ്റി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടിയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ ആയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടിയുടെ ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് യാതൊരു മടിയില്ല. അതൊരു നിയമം കൂടെയാണ്, നിയമമായതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ഒരു നിയമമല്ല. പക്ഷേ വെളിരാജ്യത്തൊക്കെ NI നമ്പർ എന്ന് പറയും, നാഷണൽ ഇൻഷുറൻസ് നമ്പർ ഉണ്ടെങ്കിൽ അവിടെ എംപ്ലോയീസിന് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, എംപ്ലോയീസിന് അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇത് നിർബന്ധമായിട്ടും നമ്മൾ എടുത്ത് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇത് നിങ്ങൾ വിചാരിക്കും ഒരു ഏജൻറ്റ് നിങ്ങളെ നിരന്തരം വിളിക്കുന്നത് അത് അവരുടെ ഗുണത്തിന് മാത്രമല്ല എന്നുകൂടെ ചിന്തിക്കുക. അങ്ങനെ നിർബന്ധമായിട്ട് നിങ്ങളത് ചിന്തിക്കണം, നിങ്ങളുടെ ഗുണത്തിനും കൂടിയാണ് അത് പറയുന്നത്. ഇവിടെ സാധാരണ ഞാൻ കണ്ടുവന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിലുള്ള കാര്യം, നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസിനെ പറ്റി പറയുമ്പോൾ ആദ്യം കസ്റ്റമർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, നിനക്ക് എന്താണ് ഇതിനകത്ത് ബെനിഫിറ്റ് എന്ന് ചോദിക്കുന്നത്. എനിക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടോട്ടെ, ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത്, അത് എന്ത് ബെനിഫിറ്റാണ് എനിക്ക് കിട്ടുന്നത്, എന്തിനാണ് കസ്റ്റമറായ നിങ്ങളറിയുന്നത്. നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അവന് കിട്ടുന്ന ബെനിഫിറ്റ് അവൻ എടുത്തോട്ടെ, അവൻ പണിയെടുക്കുന്നതിൻ്റെ കാശ് അവൻ എടുക്കുന്നത്. പക്ഷേ പണിയെടുക്കുന്നത് അവൻ സത്യസന്ധമായിട്ടാണോ കാര്യങ്ങൾ പറയുന്നത്, വ്യക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ടോ, നെഗറ്റീവ്സും പോസിറ്റീവ്സും പറയുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാം കവർ ചെയ്യുമെന്ന് പറയുമ്പോഴും ചില അസുഖങ്ങൾ കവർ ചെയ്യാത്തതുണ്ട്. അതായത് ഇപ്പോൾ ലിവർ സിറോസിസ്, ആൽക്കഹോളിക് ലിവർ സിറോസിസ്, ഇപ്പോൾ റീസെൻ്റ്ലി സുപ്രീം കോടതി ഒരു വിധി വന്നിട്ടുണ്ട്. ഹൈദരാബാദ് ആസ്ഥാനമാക്കിയ ഒരാൾ കൊടുത്തൊരു കേസിലാണ് കൊടുത്തേക്കുന്നത്. അതായത് ലിവർ സിറോസിന് കവർ ചെയ്യത്തില്ല, സൂയിസൈഡ് അറ്റംപ്റ്റ് കവർ ചെയ്യത്തില്ല, മെയിൽ ടു ഫീമെയിൽ അല്ലെങ്കിൽ സർജറി അങ്ങനെയുള്ള സർജറി കവർ ചെയ്യത്തില്ല, കോസ്മെറ്റിക് സർജറികൾ കവർ ചെയ്യത്തില്ല. പക്ഷേ കോസ്മെറ്റിക് സർജറി കവർ ചെയ്യും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ പല്ല് പോയി അല്ലെങ്കിൽ മുഖം പോയി അതിന് ഉള്ള പ്ലാസ്റ്റിക് സർജറിയോ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ പല്ലിന് ഡെൻ്റൽ കവറേജ് കിട്ടുന്ന പോളിസികളുണ്ട്, അതും കൂടെ ഓർക്കണം. പക്ഷേ അതും ഇതുപോലെ ഒരു 10,000 രൂപ മാക്സിമം കിട്ടത്തുള്ളൂ. ഒരു മേ ബി ഒരു എന്താ പറയുക, ക്യാപ്പിങ്, റൂട്ട് കനാൽ പോലുള്ള ഇതിന് കിട്ടും, ഇയറിംഗ് എയ്ഡിന് കിട്ടും, ഐ ഡയഗ്നോസിസിന് 25,000 രൂപ കിട്ടും. അങ്ങനെ കുറേ പോളിസികളൊക്കെ ഉണ്ട്. പോളിസികൾ ഇഷ്ടമാതിരി ഒരു കലവറ തന്നെയാണ് ഈ നമ്മുടെ ഇന്ത്യയെ കൊണ്ടുവന്നേക്കുന്ന പോളിസികൾ. അപ്പോൾ നിങ്ങളെല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ പോളിസി എടുക്കണം. പോളിസി ഡോക്യുമെൻറ്റ് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഏജൻറ്റിനോട് ചോദിക്കണം, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താലും കിട്ടും ഇന്ന്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്, നമ്മുടെ ഏറ്റവും നല്ലൊരു ഉപകാരിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പറയുന്നത്. നമുക്കൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഇന്നോ നാളെയോ ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ആശയമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ആശയമായിരിക്കും. നാളെ ഇനി കിട്ടത്തില്ല, അല്ലെങ്കിൽ നാളെ ഞാൻ തരത്തില്ല. എനിക്കും പരിമിതികളുണ്ടാവും. അപ്പം മാക്സിമം നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെയോ ബന്ധുക്കാരെയോ കൂട്ടുകാരെയോ ഒക്കെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ട് നമ്മളിതൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കണം. അത് EMI ആയിട്ട് എങ്ങനെയെങ്കിലും അത്യാവശ്യം കുറച്ച് കവറേജ് എടുത്തിട്ട് വേണ്ട ടോപ്പ് പോളിസികൾ എടുത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ അത് നിർബന്ധമായിട്ടും എടുക്കണമെന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.